നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മഷ്റൂം മസാലയാണ്. അതിനുവേണ്ടി 200 ഗ്രാം മഷ്റൂം കഴുകി വൃത്തിയാക്കി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു വലിയ സവാള അരിഞ്ഞത്, ഒരു പച്ചമുളക് അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് 1 ടീസ്പൂൺ വീതം, ഒരു ചെറിയ തക്കാളി അരിഞ്ഞത്, 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി 1/2 ടീസ്പൂൺ വീതം, കറിവേപ്പില, ഉപ്പ്, വെളിച്ചെണ്ണ ആവശ്യത്തിന്. സ്റ്റൗവിലൊരു കടായി വെച്ച് അതിൽ എണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട്. ഇനി കടുക് ഇടാം. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള ഇതെല്ലാം കൂടി ഇടാം. കറിവേപ്പിലയും കൂടി ഇടാം. നന്നായി വഴറ്റിയെടുക്കാം. ഉള്ളി പാകത്തിന് വഴന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി എടുത്തു വച്ചിരിക്കുന്ന പൊടികളും തക്കാളിയും ചേർക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി, ഇതൊന്ന് നന്നായി ഇളക്കാം. പൊടികളുടെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി തക്കാളി ചേർക്കാം. നമുക്കിതിലേക്ക് ഇനി കുറച്ച് ഉപ്പിടാം. നമുക്കിതിലേക്ക് ഇനി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മഷ്റൂം ചേർക്കാം. നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. നമ്മളിത് നന്നായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 5-6 മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിക്കാം. നമ്മളിവിടെ മിൽക്കി മഷ്റൂമാണ് എടുത്തിരിക്കുന്നത്. ഏത് മഷ്റൂം വേണമെങ്കിലും ഉപയോഗിച്ച് ഈ റെസിപ്പി ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോൾ ഇനി ഇത് അടച്ചു വെക്കാം. മഷ്റൂം പാകത്തിന് വെന്തിട്ടുണ്ട്. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർക്കാവുന്നതാണ്. നമ്മുടെ മഷ്റൂം മസാല റെഡി ആയിട്ടുണ്ട്.